ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. ശ്രുതി കൊടുത്തയച്ച ഒരു സ്വർണമാലയിൽ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വീണലിഞ്ഞു പോകുമെന്നൊക്കെ ഓർത്തിട്ട് എവിടെന്ന് നമ്മുടെ ചന്ദ്ര വീണലിഞ്ഞു പോയിട്ടൊന്നുമില്ല. പക്ഷേ ചന്ദ്ര വീണലിഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ തൂക്കവും അതിന്റെ എടുപ്പും ഒക്കെ അറിയുമ്പോഴത്തേക്കും മാത്രമല്ല നമ്മുടെ ശ്രുതി പറഞ്ഞ് ചന്ദ്രനൊന്ന് വീഴിക്കുകയാണ്. ആദ്യം ചന്ദ്രൻ ഒന്ന് നോക്കിയൊന്നുമില്ല, വലിച്ചെറിഞ്ഞു പോട്ടെ, അത് അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിച്ചെറിഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, രേവതിയോട് പറയാണ്. ഇപ്പം ഈ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ സച്ചി പറയുന്ന രേവതിയോട്, രേവതി ഇത് അവളുടെ അവസാനത്തെ അടവ് തന്നെയാണ്, മിക്കവാറും ഇതിൽ വീഴാൻ ചാൻസ് ഉണ്ട്. എന്റെ അമ്മയല്ലേ, എനിക്കറിയത്തില്ല, അമ്മ മിക്കവാറും ഇതിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അമ്മ അത് വലിച്ചെറിഞ്ഞെങ്കിലും അമ്മയ്ക്ക് അതിലൊരു കണ്ണുണ്ട്. അമ്മ ആരാ മോള് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഹേയ് സച്ചേട്ടാ, അമ്മയുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സച്ചേട്ടാ, നേരത്തെ അമ്മയായിരുന്നെങ്കിലേ നേരത്തെ നമ്മുടെ അമ്മയായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാറിയേനെ. പക്ഷെ ഇപ്പം അമ്മയുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞപ്പോ, അതൊക്കെ നിന്റെ തോന്നലാ, വേറും തോന്നലാ രേവതി, അമ്മേനെ എനിക്കറിയില്ലേ. അമ്മയെ ചന്ദ്രയല്ലേ, ചന്ദ്രമതിക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞതുപോലെ പല പല മുഖങ്ങളുണ്ട് അമ്മയ്ക്ക്. അതിലൊരു മുഖമാണ് ഇന്ന് നീ കണ്ടത്. അതിപ്പോ ഉടനീളം ആ മുഖം ആകണമെന്നൊന്നുമില്ല. ഇപ്പം ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ ആ ഒരു ഇതിലാണ് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ കാണിച്ചത്. പക്ഷെ പുള്ളിക്കാരിക്ക് അതിലൊരു കണ്ണുണ്ട്, എനിക്കത് ഉറപ്പാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, രേവതി എനിക്കറിയില്ല, ഏതായാലും ശ്രുതിയുടെ കാര്യം ഓർക്കുമ്പോഴും എനിക്കൊരു ചെറിയ കഷ്ടം തോന്നുന്നുണ്ട് സച്ചേട്ടാ. അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയല്ലേ, അവൾ ഈ വീട്ടിലെ മരുമകളല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ശ്രുതിയുടെ പെണ്ണല്ലേ, അപ്പം അവൾക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയാണല്ലോ അവൾ ഇങ്ങനെ പഠിച്ച പണി 18 നോക്കുന്നത്. അമ്മ ഈ കാണിക്കുന്നതും ശരിയല്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശ്രുതിനെ ശ്രദ്ധിച്ചായിരുന്നോ? അദ്ദേഹത്തിന് ശ്രുതി ഇല്ലാതെ പറ്റത്തില്ല, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. സച്ചേട്ടൻ ഒന്ന് ഓർത്തു നോക്കി, എന്നെ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഈ വീട്ടിൽ നിന്ന് എന്തിനേലും ഏതിനേലും ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ സഹിക്കുവോ? ഒരിക്കലും ഇല്ലല്ലോ. അതുപോലെ തന്നെയാ ശ്രുതിക്ക് ഒരുപാട് വിഷമമൊക്കെ ഉണ്ട്. കാരണം പുള്ളിക്കാരൻ ഇച്ചിരി പ്രശ്നക്കാരനൊക്കെയാണ്. നമ്മളോട് ഇഷ്ടമൊന്നുമില്ല എങ്കിലും പുള്ളിക്കാരനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും സങ്കടം തോന്നുക. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് തല ഉണ്ടാക്കുമൊന്നും വേണ്ട. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്തിനാ തല ഉണ്ടാക്കുന്നത്? ഏതായാലും എനിക്ക് ഇന്ന് നല്ല ഹാപ്പിനെസ് ആയിരുന്നു. അമ്മ എന്നെ മകനായിട്ട്, ഇന്നെങ്കിലും അമ്മ എന്നെ മകനായിട്ട് കണ്ടല്ലോ, അപ്പം അതിലെനിക്ക് സന്തോഷമുള്ളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ആ ഒരു ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വർഷയും പറയുന്നുണ്ട്, ഇത് ആന്റിനെ മയക്കാൻ വേണ്ടി തന്നെ കൊടുത്തു വിട്ടത് തന്നെയാണ് ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്നുണ്ട് ശ്രുതി. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ അവള് മയക്കാൻ വേണ്ടി കൊടുത്തു വിട്ടൊന്നും അല്ല, അവള് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അതെ, അമ്മയുടെ ഏറ്റവും നല്ല മരുമകൾ അവളായിരുന്നല്ലോ അമ്മയ്ക്ക് എന്ത് വിളവെടുപ്പുള്ള സാരികളൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ, ഇവിടെ ഇത്രയും പേരുണ്ടായിരുന്നു, ആരെങ്കിലും ഒരാള് അമ്മയ്ക്ക് സ്വർണത്തിന്റെ എന്തെങ്കിലും തന്നോ? അമ്മയുടെ ഭർത്താവ് തന്നോ? അമ്മയുടെ പണപ്പെട്ട ഒരു മരുമകളുണ്ടല്ലോ, ഒത്തിരി വലിയ സാമ്പത്തികമുള്ള ഒരു മരുമകള്, അവള് തന്നോ എന്തെങ്കിലും? എന്റെ ശ്രുതി വേണ്ടി വന്നില്ലേ അമ്മയ്ക്കൊരു തിരി സ്വർണം തരാനായിട്ട് എന്ന്. അയ്യോ, ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ ഒരു വല്ലായിക. ശരിയാണല്ലോ, അല്ല അവളായതുകൊണ്ടല്ലേ എനിക്ക് ഈ സ്വർണമൊക്കെ തന്നത് എന്ന്. അപ്പൊ അങ്ങനെ ഒന്നും തോന്നുകയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ മനസ്സ് വായിച്ചെടുക്കാനും അതുപോലെ തന്നെ ആ ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ വായിച്ച് ഫുള്ള് നിങ്ങൾ കേട്ടില്ലല്ലോ അല്ലെ. ആ ലെറ്ററും കൂടെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ശ്രുതിയോട് എല്ലാവർക്കും സച്ചിക്ക് സഹിതം ഒരു അലിവ് തോന്നുകയാണ്. സച്ചിക്ക് സഹിതം തോന്നുകയാണ്, സങ്കടവും വിഷമവും ഒക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. ശ്രുതിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, തനിക്കെല്ലാം തെറ്റുകൾ പറ്റിപ്പോയി, പക്ഷേ ശ്രുതി ഇല്ലാത്ത ഒരു ജീവിതവും നിങ്ങളുടെ കുടുംബം, ആ കുടുംബം എന്റെ കൂടെ ഇല്ലാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എനിക്ക് വിലപ്പെട്ടതായിരുന്നു ഈ കുടുംബം എന്നിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ കള്ളം പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ശ്രുതിയോടെല്ലാം പറഞ്ഞിട്ട് ശ്രുതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. എനിക്ക് എൻ്റെ അമ്മായിയച്ഛനെയും അമ്മായിയമ്മയെയും എൻ്റെ അനിയന്മാരെയും ഒക്കെ എനിക്ക് വേണം. എനിക്ക് എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്. ഈ കുടുംബം അത്രയ്ക്ക് ഇഷ്ടം, ഈ കുടുംബത്തിനോട് അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എത്രയോ നുണയൊക്കെ പറഞ്ഞിട്ട് ആ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്നോട് ക്ഷമിക്കണം എൻ്റെ ആന്റി എൻ്റെ അമ്മയാണ്, എൻ്റെ മരിച്ചുപോയ അമ്മയ്ക്ക് തുല്യമാണ് എൻ്റെ ആന്റി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭയങ്കരമായിട്ടും ഇമോഷണൽ ഒക്കെ ആകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു ഇമോഷണൽ ആവുന്ന രീതിയിലും
മറ്റുള്ളവരുടെ മനസ്സലിയിപ്പിക്കുന്ന രീതിയിലുമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശ്രുതി ആ ഒരു ലെറ്റർ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തില് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, ചന്ദ്രൻ നീ ഈ കാണിക്കുന്നത് ശരിയല്ല, അവള് സ്വർണം തരുവോ തരാതിരിക്കുവോ അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ അവൾ ഇപ്പൊ ഇങ്ങനെ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സമയത്ത് ഈ ഒരു സ്വർണം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ വീഴ്ത്താൻ വേണ്ടി തന്നെയാ ചന്ദ്രേ. അവർക്ക് ഈ വീട്ടിൽ കയറാറാ നിന്നെ വീഴ്ത്താറ്. നിന്റെ മനസ്സലിയിപ്പിക്കാൻ വേണ്ടിയാ. ഈ സ്വർണത്തിന്റെ ഇതിലല്ല തൂക്കം, അത് അവൾ മേടിച്ച് തരുന്നത് അവൾക്ക് ഈ വീട്ടിൽ കയറാൻ വേണ്ടിയാണല്ലോ. അവൾ അത്ര സ്നേഹിക്കുന്നുണ്ടല്ലോ ഈ കുടുംബത്തെയും നമ്മുടെ മകനെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. അവൾക്ക് വേണമെങ്കിൽ ഇട്ടെറിഞ്ഞിട്ട് പോകത്തില്ലേ? ഇത്രയും ഒക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒക്കെ സഹിച്ച് നീ അടിയൊക്കെ കൊടുത്തിട്ട് അവൾക്ക് വേണമെങ്കിൽ വിട്ടെറിഞ്ഞിട്ട് പോകത്തില്ല. പക്ഷെ അവള് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ വീട്ടിലേക്ക് കയറാനല്ലേ നോക്കുന്നത്. അപ്പൊ നീ ഒന്ന് ഓർത്തു നോക്കിയേ, അവളുടെ ആ ഒരു മനസ്സ് നീ ഒന്ന് ഓർത്തു നോക്കുക. സ്നേഹം വേറെ എന്താ വേണ്ടത് നമുക്ക്? പണമോ സ്വത്തോ സ്വത്ത് വകകളോ ഒന്നും അല്ല, അവിടെ സ്നേഹം തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി അതിന് കൂട്ടുപിടിച്ചു കേട്ടോ. നമ്മുടെ രവീന്ദ്രന്റെ സൈഡ് തന്നെ പറഞ്ഞു, അച്ഛൻ പറയുന്നത് ശരിയാണ്, സ്നേഹം തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്, പണമോ സ്വത്തോ ഒന്നും അല്ല ഏറ്റവും വലുത്. എപ്പോഴും ആന്റിക്ക് പണം പണം എന്നൊരു ചിന്തയല്ലേ. അപ്പൊ പണത്തിലൂടെ ആന്റിയെ കയ്യിലെടുക്കാന്ന് അവള് കരുതിയിട്ടുണ്ടെങ്കിൽ ആന്റീനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ, ആന്റീനെ സ്നേഹിക്കുന്നത് കൊണ്ടും സുധിയെ സ്നേഹിക്കുന്നതും ഒക്കെ കൊണ്ടല്ലേ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയല്ലേ. അപ്പൊ ക്ഷമിച്ചൂടെ, പുറത്തൂടെ എന്നൊക്കെ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ചന്ദ്ര ഈ ഒരു സ്വർണവും കണ്ടു, സ്വർണം വലിച്ചെറിഞ്ഞ സ്വർണം അവിടെ എടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പൊ പതുക്കെ നമ്മുടെ ചന്ദ്ര ആ ഒരു സ്വർണത്തിന്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് ആ സ്വർണം എടുത്ത് നോക്കുന്നു, നല്ല തൂക്കമുണ്ട് ആ സാധനത്തിന്. ഏതായാലും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ശരിയാണോ ഇവരൊക്കെ പറയുന്നത്? ശരിയാണല്ലോ, ഇവിടെ വലിയൊരു മരുമകളുണ്ടല്ലോ എനിക്ക്, വലിയ പണമുള്ള വലിയൊരു കോടീശ്വരിയായ മരുമകളുണ്ടല്ലോ, അവൾക്ക് പോലും എനിക്ക് തരാൻ പറ്റിയിട്ടില്ല ഈ ഒരു സ്വർണം. ഇത്രയും റിസ്ക് എടുത്ത് അവള് എനിക്കിത് തന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും അല്ലേ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഭാമ വരികയാണ്. അപ്പം ഭാമ വന്നു കഴിയുമ്പോഴത്തേക്കും ഭാമയോട് ഈ കാര്യമൊക്കെ പറയുക. ഭാമയോട് ഈ കാര്യം പറയുമ്പോഴത്തേക്കും ഭാമയാണെങ്കിൽ കഷ്ടമുണ്ട് എന്റെ പൊന്നി ചന്ദ്രേ, എടി ഇതുപോലെ ഒരു സ്വർണം അവള് നിനക്ക് തരുന്നുണ്ടെങ്കിലേ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്രമാത്രം സ്നേഹമാടി ആ പെങ്കൊച്ചിന് നിന്നോട്. തെറ്റിപ്പോയടി, നമുക്ക് തെറ്റിപ്പോയി ചന്ദ്രേ, നിനക്കും തെറ്റിപ്പോയടി. കാരണം നീ പറഞ്ഞില്ലേ ഭാമ കൊണ്ടു തന്ന മരുമകള്, അല്ലെങ്കിൽ ഭാമ പരിചയപ്പെടുത്തിയ മരുമകള് അവള് വെറും കൊള്ളരുതാത്തവളാണ്, അവള് നുണച്ചിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞില്ലേ നീ. പക്ഷെ അവൾക്ക് സ്നേഹം ഉണ്ടടി, യഥാർത്ഥത്തിൽ സ്നേഹമുള്ളത് അവക്ക് തന്നെയാടി. അവൾക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാ ചന്ദ്രൻ, നീ അത് മനസ്സിലാക്ക്. നിന്റെ മകന്റെ മാനസികാവസ്ഥയും നീ മനസ്സിലാക്ക്. അവക്കിപ്പോ ഈ സ്വർണ്ണമൊക്കെ എടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിലേ അവൾ എവിടെ നിന്നൊക്കെ പൈസ മറിച്ച് അവളുടെ അച്ഛൻ തന്നാന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ കുറെയൊക്കെ. അപ്പൊ അവൾ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളിടത്ത് തന്നെയൊക്കെ ആയിരിക്കും, അവൾക്ക് പൈസയൊക്കെ കാണുമായിരിക്കൂടി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, നീ വിട്ടുകളയല്ല, നീ ശ്രുതിയെ മുറുകെ പിടിച്ചോ. അവള് നിനക്കൊരു കച്ചിത്തുരുമ്പ് തന്നെ ആയിരിക്കും. ഈ പറയുന്ന വർഷമുണ്ടല്ലോ വലിയ ഓടീശ്വരിയാണല്ലോ, നിനക്ക് എന്ത് തന്നിരി? ഒന്നും തന്നില്ലല്ലോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, ശ്രുതിനെ പിടിച്ചോ, ശ്രുതിനെ മുറുകെ പിടിച്ചോ. അവള് എന്തൊക്കെ നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് ഈ കുടുംബത്തെ ദ്രോഹിക്കുമല്ലോ ചെയ്തത്, ഈ കുടുംബത്തെ കയറി പറ്റാനും ഈ കുടുംബത്തോട് സ്നേഹം ഉള്ളത് കൊണ്ടൊക്കെയല്ലേ. അപ്പൊ അതുകൊണ്ട് വിട്ടുകളയടി നീ, അതൊക്കെ വിട്ടുകള. നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നീ ചേർത്ത് പിടിക്കാൻ നോക്കവളെ. സുധിയും അവളും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ ഷോറൂം മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. നിനക്ക് അറിയത്തില്ലേ ഇപ്പോഴത്തെ ആ അവസ്ഥ, ഷോറൂമിന്റെ അവസ്ഥ നിനക്ക് അറിയത്തില്ലേ? സുധിയാണെങ്കിൽ ഇവിടെ ഒന്നും അല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മൊത്തം നഷ്ടത്തിലായിരിക്കും ആ ഷോറൂം. അപ്പൊ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുമോളെ ചന്ദ്രൻ, ഞാൻ പറയുന്നു ഒന്ന് നീ കേക്ക്. എങ്ങനെയെങ്കിലും നീ ശ്രുതിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്ത്. എന്നിട്ട് ശ്രുതിയുമായിട്ട് ഒന്നിച്ചു പോട്ടെ, അവര് സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ. നിന്നോട് സ്നേഹമുള്ളൊരു മരുമകൾ തന്നെ ആടി അവള്, അത് അവൾക്ക് സ്നേഹമില്ലായ്മയൊന്നും ഇല്ലടി എന്നൊക്കെ പറയാം. ഏതായാലും എല്ലാവരും കൂടെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ ചന്ദ്ര ഒരു പരുവായിട്ടോ. ചന്ദ്രയ്ക്ക് തന്നെ തോന്നുവാണ്, ശരിയാണല്ലോ ഈ പറഞ്ഞത്, എങ്കിലും അത്രയ്ക്ക് വിലമതിപ്പുള്ള നെക്ലേസ് അല്ലേ അത്, അതെന്തിനാ ഞാൻ വെറുതെ കളയുന്നത്? അത് കളയേണ്ട ആവശ്യമുണ്ടോ എനിക്ക് എന്നൊക്കെ പറയുന്നു. അങ്ങനെ പതുക്കെ ആ നെക്ലേസ് ഒക്കെ എടുത്ത് നോക്കുന്നു. അപ്പൊ രവീന്ദ്രൻ, ഭാമ പോയിട്ടോ, ഭാമയൊക്കെ പോയി. ഭാമ കുറെ ഉപദേശമൊക്കെ ഉപദേശിച്ചു, ഭാമയും പറഞ്ഞ് അവർ ഒന്നിച്ചു പോട്ടെ എന്നൊക്കെ ഉപദേശിച്ചു. എന്നിട്ട് ഭാമ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എന്ന് ചെയ്യുന്നു, ആ നെക്ലേസ് ഒക്കെ എടുത്ത് നോക്കുന്നത് പതുക്കെ രവീന്ദ്രൻ കാണുകയാണ്. അപ്പൊ രവീന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും ആ നെക്ലേസിൽ നമ്മുടെ ചന്ദ്ര വീണെന്ന് രവീന്ദ്രന് മനസ്സിലായി. ആ ഒരു നേരത്ത് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്ലേസ് ഒക്കെ അങ്ങ് എറിഞ്ഞു കളഞ്ഞതേ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാ വർഷയും ശ്രീകാന്തും. അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷയോട്, മിക്കവാറും അമ്മ ഉടനെ തന്നെ ശ്രുതി ചേച്ചിനെ വിളിക്കാൻ ചാൻസ് ഉണ്ട് വർഷേ, കാരണം ഉണ്ടല്ലോ ശ്രുതിയേടത്തി കൊടുത്ത ആ മാല അമ്മേനെ നന്നായിട്ട് മനസ്സ് മാറ്റിച്ചിട്ടുണ്ട്. അപ്പം മിക്കവാറും എന്ത് ചെയ്യും,
ഉടനെ തന്നെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് മിക്കവാറും ശ്രുതിയേടത്തി ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. അപ്പോഴത്തേക്കും വർഷയും പറഞ്ഞു അതെനിക്കും തോന്നി, ആന്റിക്ക് അപ്പ ആ മാല വലിച്ചെറിയാൻ തോന്നിയെങ്കിലുവേ അത് സ്വർണ്ണമല്ലേ, ആന്റി അതങ്ങനെ ഉപേക്ഷിക്കുവോ? അപ്പൊ എല്ലാവരുടെയും മുമ്പിലെ വെറുതെ ഷോ കാണിച്ചത് തന്നെയാണെന്ന് എനിക്ക് അറിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അമ്മയൊക്കെയാ ശരിയാ, പക്ഷേ സൂത്രക്കാരി തന്നെയാ, വമ്പൻ സൂത്രക്കാരിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ നീ എന്റെ അമ്മേനെ കിട്ടിയ അവസരം നോക്കി കുറ്റം പറയുവാണോ? കുറ്റം പറഞ്ഞതൊന്നും അല്ല ശ്രീകാന്തേ, ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത്. ഓ എന്തൊരു സ്നേഹമായിരുന്നു രേവതി ചേച്ചിയോടും സച്ചേട്ടനോടും ഒക്കെ. അയ്യോ അങ്ങ് അലിഞ്ഞു പോവല്ലായിരുന്നോ? എന്തുകൊണ്ടാ ഈ ബർത്ത്ഡേ വലിയ ഗംഭീരമാക്കിയത് ആരാ? രേവതി ചേച്ചി സച്ചേട്ടനും വിചാരിച്ചത് കൊണ്ടല്ലേ? അതുകൊണ്ട് രേവതി ചേച്ചീനെ സച്ചേട്ടനെ അങ്ങ് പൊക്കത്തെടുത്ത് വെച്ചേക്കല്ലായിരുന്നോ? എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ കണ്ടില്ലേ? എനിക്കറിയാം മോളെ വർഷേ, എന്റെ അമ്മയല്ലേ, എനിക്കറിയാം. എന്തെങ്കിലും കാണിക്കട്ടെ, എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ. പിന്നെ ശ്രുതിയേട്ടന്റെ കാര്യം ഓർത്തു കഴിഞ്ഞാലും കുറച്ച് കഷ്ടമുണ്ടല്ലോ. എല്ലാവരും ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴത്തേക്കും ഭാര്യനെ പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുന്നു, ഭാര്യ അവിടെ ഇല്ലാത്ത ഒരവസ്ഥയൊക്കെ വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീര ചെല്ലാണ് കേട്ടോ. മീര അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മീരയോട് വെപ്രാളത്തിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എടി മീര എന്താ ഈ കാര്യങ്ങള്? ഞാൻ ഇത്രയും നേരം നിന്നെ നോക്കിയിരിക്കുമായിരുന്നു. അവരാ നെക്ലേസ് മേടിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്കും നെക്ലേസ് മേടിച്ചോന്ന് ചോദിച്ചാല് ആദ്യം നിന്റെ ആന്റി അത് മേടിക്കാനൊന്നും കൂട്ടാക്കിയില്ല. പിന്നെ ആന്റി അത്രയ്ക്ക് പെട്ടെന്ന് വീഴുന്ന കേസൊന്നും അല്ലെന്ന് തോന്നുന്നടി എന്ന് പറയുമ്പോ സ്വർണത്തിൽ വീഴില്ലെന്നോ? അതും ചന്ദ്ര, എനിക്കറിയാലോടി ആന്റി സ്വർണത്തിൽ വീഴും. എനിക്ക് തോന്നുന്നില്ല മോളെ, നിന്റെ ആന്റി അത് കണ്ടിട്ട് ഒത്തിരി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് ആ നെക്ലേസ് മേടിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഉറപ്പൊന്നുമില്ല, നീ അത്രയ്ക്ക് പ്രതീക്ഷയൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ അല്ലല്ലോടി മീരെ, ആന്റി ഒരു നെക്ലേസ് അല്ല, ഒരു സ്വർണത്തിന്റെ പൊട്ട് കണ്ടാൽ കൂടി, ഒരു തരി കണ്ടാൽ കൂടി മയങ്ങി വീഴുന്ന ആളാണ്. പക്ഷെ എന്തായിരിക്കും അത്? നിന്നോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. നീ എത്രാമത്തെ കള്ളാടി പറയുന്നത്? കള്ളം പറഞ്ഞേ നിന്നോട് ഇപ്പം പുള്ളിക്കാരിക്ക് വെറുപ്പ് തന്നെയാണ്. അല്ല ഇനിയിപ്പോ ശ്രുതിക്ക് വേറെ ഏതെങ്കിലും കോടീശ്വരിമാരെ കണ്ടുവച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് നീ പറഞ്ഞത് ശരിയാണ്, ഏതെങ്കിലും കോടീശ്വരന്മാരെ കണ്ടുവച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ ശ്രുതി കെട്ടാൻ പോകുന്നില്ല. ശ്രുതിക്ക് ഞാൻ കൊടുത്തതേ പിണ്ടാക്കും കാടിവെള്ളമൊന്നും അല്ല, സ്നേഹം തന്നെയാ, എന്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹം തന്നെയാ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രുതിയെങ്കിലും നോക്കിക്കോ, അമ്മേനെ പറഞ്ഞു ആന്റീനെ പറഞ്ഞു മനസ്സ് മാറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് എങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അടിപൊളി വിശേഷങ്ങളാണ് എല്ലാ ദിവസവും വരാൻ പോകുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. നമ്മള് ഫുൾ വിശേഷം രാവിലെ എന്നും ഒരു 7:30 7:45 കൂടി ഇടുന്നുണ്ട്, 7:30 കൂടി ഫുൾ വിശേഷം ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേമ വിശേഷം രാത്രി, നാളത്തെ വിശേഷം രാത്രി ഒരു 8 മണി 8:02 8:03 കൂടി ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉടനീളം തന്നെ നമുക്ക് ഉണ്ടാകണം. ഒരു 4 വർഷമായി നമ്മൾ കാണാനും കേൾക്കാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ എന്നും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ അത് എന്നെ അറിയിക്കണം കേട്ടോ. അത് ഇപ്പം കുറവുകളാണെങ്കിൽ അത് നികത്തി നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ടൈം തീരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 3 സീരിയലിൽ ഇപ്പോൾ ഒതുക്കി വെച്ചേക്കുന്നത്. പിള്ളേരെയൊക്കെ നോക്കണമല്ലോ, മക്കൾക്ക് എക്സാം ഒക്കെ വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് മക്കള് ഒരെണ്ണം, എൻ്റെ ഒരു കുഞ്ഞ് 1ാം ക്ലാസ്സിലും ഒരു കുഞ്ഞ് 8-ലൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ബേസ് ഇപ്പോഴേ നമ്മൾ കൊടുത്തില്ല എങ്കിൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ പിള്ളേർ ഉഴപ്പിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം രാത്രിയും പിള്ളേർക്ക് വേണ്ടി മാറ്റി വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒത്തിരി വീഡിയോസ് ചെയ്യാത്തത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്, നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം നമുക്ക് 1 2 3 വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കേണ്ടി വരികയാണ്. നമുക്കും കുറച്ചും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ മാത്രമല്ല ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും കുറച്ച് എന്താ പറയാ, നമുക്ക് ടൈം കിട്ടാണ്ട് വരൂല. അപ്പൊ അതാട്ടോ. ഏതായാലും പരമാവധി ശ്രമിക്കാട്ടോ, നമുക്ക് വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.